ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ നമ്മൾ ഇന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു സെറ്റപ്പിൽ ഇരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഇൻസ്റ്റഗ്രാം ജേണി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. എനിക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊരു എത്തുപിടിയും കിട്ടുന്നില്ല. എനിക്ക് ഇന്ന് തന്നെ കാണാൻ നല്ല ഇഷ്ടമായി. ഞാൻ കവിള് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണിട്ടത്. നമ്മുടെ ടോപ്പിക്കൊക്കെ എവിടെയോ എത്തി, എനിക്കൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ ചളി പറയാൻ തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ ചളി പറയും. അല്ല, ഞാൻ എക്സസൈസ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കുറച്ച് നേരം പിടിക്കാറുണ്ട്. കവിള് തല്ലോം എടുത്ത് ഞാൻ തടിച്ച് തോന്നുമ്പോൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം ജേണി. എനിക്ക് +1 +2 ഈ സമയത്തൊന്നും എനിക്ക് ഇൻസ്റ്റഗ്രാമില്ലായിരുന്നു. ഞാൻ ICMS പോയി തുടങ്ങുന്ന സമയത്ത് അപ്പോഴും ഇല്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 2022 സെപ്റ്റംബർ ഓർ ഒക്ടോബർ അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒക്ടോബർ 10th കേട്ടോ. ഏതാ പിക്ക് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കുക. അങ്ങനെ ഞാൻ ഫസ്റ്റ് പിക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുള്ളവർ ഇങ്ങോട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 100ൽ കുറവ് പേരുണ്ടായിരുന്നുള്ളൂ. എനിക്കറിയുന്ന കുറച്ച് പേര് മാത്രം ഞാൻ ഫോളോ ചെയ്തു. അവരുടെ മാത്രം ലൈക്സും കാര്യങ്ങളും കമൻറ്റും കാര്യങ്ങളും കിട്ടിയിട്ട് അങ്ങനെ ഒരു 2 വീക്കൊക്കെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഫോണിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കുറച്ച് പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഓരോ പിക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ പിക്ക് ഇട്ടിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞേരം എനിക്ക് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. ഫോട്ടോസ് മാത്രമേ ഇടാറുള്ളായിരുന്നു. കാരണം നമുക്ക് റീൽസ് എടുക്കാനൊന്നും അന്ന് എൻ്റെ ഫോൺ എന്തായാലും പറ്റില്ല. പിന്നെ അമ്മേൻ്റെ ഫോണാണ്. പിന്നെ അന്ന് എനിക്ക് അത്ര റീൽസ് എടുക്കണം അങ്ങനെ അത്ര ഒരു താല്പര്യമില്ലായിരുന്നു. നമ്മൾ ഫോട്ടോ ജസ്റ്റ് ഇടുക. അപ്പോൾ എനിക്ക് ഫോട്ടോ ഇടുന്നത് തന്നെ എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ അഞ്ചേച്ചിൻ്റെ ഏട്ടൻ വീട്ടിലേക്ക് വരണം. വീട്ടിലേക്കല്ല, നമ്മൾ എവിടെയെങ്കിലും വെച്ച് പരിപാടിക്കോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്തോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അഞ്ചേച്ചിൻ്റെ ഏട്ടൻ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ പിക്ക് എടുക്കാറുള്ളൂ. കാരണം ഏട്ടൻ്റെ ഐഫോണാണ്. അപ്പോൾ അതിലെടുത്ത് പിക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സെറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഏട്ടൻ വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കും, എന്നിട്ട് പോസ്റ്റ് ചെയ്യും. പിന്നെ എപ്പോഴാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് അഫ്നാനോ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ പിക്ക് എടുത്തിരുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. അങ്ങനെ നിൽക്കെ ഞാൻ ആ സമയത്തൊക്കെ എന്താ പറയുക, എനിക്കൊരു 800 സംതിങ് ഒക്കെ ഫോളോവേഴ്സ് ആയി തുടങ്ങി. ഇങ്ങനെ പിക്ക് പോസ്റ്റ് ചെയ്ത് ഒരു 800 സംതിങ് ഒക്കെ ഫോളോവേഴ്സ് ആവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു പിക്ക് പോസ്റ്റ് ചെയ്തു. ഏത് പിക്കാന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ആ പിക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹൗസ് വാമിങ്ങിന് എടുത്ത പിക്കാണ്. ആ പിക്ക് പോസ്റ്റ് ചെയ്ത് വിത്തിൻ 2 days or 3 days എനിക്ക് എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് കിട്ടൽ തുടങ്ങി. ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ പിക്കിന് ഇപ്പോൾ ഒരു 30 something K ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, കുറേ മുന്നേ ചെക്ക് ചെയ്തതാണ്. അന്ന് 35 36 അങ്ങനെ എന്തോ ആണ്. അങ്ങനെ അതിനൊരു 1000 ലൈക്ക് എൻ്റെ ചില ഫോട്ടോസിനൊക്കെ മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പിക്കിന് ഞാനിപ്പോൾ അന്ന് പോസ്റ്റ് ചെയ്ത ചേച്ചിൻ്റെ ഹൗസ് വാമിങ്ങിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിക്കിന് എനിക്കൊരു 2K ലൈക്കൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അന്ന് കിട്ടി 2000 ലൈക്കൊക്കെ ആയിരുന്നു. ആ 2000 ലൈക്ക് കിട്ടിയ സമയത്ത് തന്നെ എനിക്ക് ഫോളോവേഴ്സും കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പിക്കിന് ഇനി 5000 6000 7000 8000 എന്നൊക്കെ പറഞ്ഞിട്ട് 10K അടിച്ചു. ആ പിക്കിന് കിട്ടിയിട്ട് ലൈക്ക് 10K അടിച്ചപ്പോൾ ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരുന്നു. ഈശ്വരാ, എൻ്റെ പിക്കിന് 10Kയോ? അന്ന് എനിക്ക് അത്ര 10K ഫോളോവേഴ്സ് കൂടെ ഇല്ല. എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല അന്ന് എത്ര എന്നുള്ളത്. എനിക്ക് ഓർമ്മയില്ല അന്ന് എത്ര ഫോളോവേഴ്സ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വേറെ 2-3 പിക്കും കൂടെ പോസ്റ്റ് ചെയ്തു. പക്ഷെ അതിന് അത്ര റീച്ചും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ആ പിക്കിന് ഒരു 25K 30K അങ്ങനെ ആ റേഞ്ചിലെത്തി. 30K റേഞ്ചിലെത്തി. പെട്ടെന്ന് തന്നെയാണ് എത്തിയത്. ഒരു 1 month ഒന്നും എടുത്തിട്ടില്ല. ഒരു 1 വീക്കിനുള്ളിലാണ് ആ ഫോട്ടോ അത്രയ്ക്ക് റീച്ച് ആയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് റീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളായിരുന്നു. അങ്ങനെ അതിന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ
ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീല് നമ്മളൊരു നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പേജുമായിട്ട് കൊളാബ് ചെയ്തതായിരുന്നു. അങ്ങനെ ആ റീൽ ഒരു 40K സംതിങ് വ്യൂ കിട്ടി. ആ വ്യൂ കിട്ടിയപ്പോൾ എൻ്റെ പേജിൽ കുറച്ച് ഫോളോവേഴ്സ് കയറി തുടങ്ങി. അങ്ങനെ എനിക്ക് 8000 ഫോളോവേഴ്സായി. 8000 ഫോളോവേഴ്സ് എനിക്ക് തോന്നുന്നൊരു എത്ര മാസത്തിനുള്ളിലപ്പോൾ 8000 ഫോളോവേഴ്സ് ആയിരുന്നു? ഒരു 6 മാസത്തിനുള്ളിലാണ് തോന്നുന്നു. അതെനിക്ക് അറിയില്ല. 5-6 മാസത്തിനുള്ളിലാണ് നമുക്ക്, അതും എന്തായാലും 6 മാസത്തിൽ കുറവാണ്, അതിനുള്ളിലാണ് നമുക്ക് 8000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ, അതായത് നമ്മൾ സെപ്റ്റംബറിൽ തുടങ്ങി ഒക്ടോബർ, നവംബർ, ഡിസംബറിൻ്റെ മുന്നേ ആയിട്ടുണ്ട്. അതായത് 3 മാസത്തിനുള്ളിലാണ് നമുക്ക് 8000 ഫോളോവേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ 8000 ഇതാണ് വലിയ ഇതിൽ പറയുന്നത്. എനിക്കത് ഭയങ്കര ഇതുമാണ്. കാരണം ഞാൻ എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങനെ കയറിയപ്പം എനിക്കത് ഭയങ്കര, ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആ ഒരു വീഡിയോ നമ്മൾ ക്ലാസ്സിൽ നിന്നിട്ടൊരു വീഡിയോ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അമ്മേൻ്റെ ഫോണിൽ നിന്ന് കുഞ്ഞു റീൽസൊക്കെ നമ്മൾ ചെയ്യൽ തുടങ്ങി. പക്ഷേ ആ റീൽസൊന്നും ആരും കണ്ടിട്ടും കൂടിയില്ല. കാരണം ബിലോ 1K അങ്ങനെയൊക്കെ ആയിരുന്നു അതിന് വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തിന് എനിക്ക് കുറച്ച് 2 പ്രൊമോഷൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിലേറെ സന്തോഷമായി. കാരണം ഇത്ര ഉള്ളൂ അന്ന് ഞാൻ, അതായത് ആ 8000 ഫോളോവേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ 2023 ആയി ജനുവരിയിലൊക്കെ എനിക്ക് സ്റ്റിൽ 8000 ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാനൊരു 6 മന്തോളം ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഗ്യാപ്പ് എടുത്തു. കാരണം എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ, അന്ന് എനിക്ക് യൂട്യൂബില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടും ആക്റ്റീവ് ആവാതെ നിന്നു. അങ്ങനെ നിന്ന സമയത്ത് എൻ്റെ 8000 ഫോളോവേഴ്സ് ഉള്ളത് എന്ത് ചെയ്തു, കുറഞ്ഞു. 7 സംതിങ് ആയി. അത് 7 സംതിങ് ഉള്ളത് വീണ്ടും 6000 അങ്ങനെ എന്തോ ആയി. അങ്ങനെ 6000 ഉള്ള സമയത്ത് വീണ്ടും ഞാൻ എന്തോ 2-3 പിക്ക് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ അതങ്ങനെ കൂടി 8000 ആയി. ആ 8000 ഉള്ളത് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഒട്ടും ഒട്ടും കൂടിയിട്ടില്ലായിരുന്നു. എന്താ കൂടാത്തത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു പിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു ദിവസം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആവാതെ നിന്ന് നമ്മുടെ ഫോളോവേഴ്സ് കുറയും. അതെനിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ട്. ഡിസംബർ 22-നാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. 23-നായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ അയ്യപ്പ വിളക്ക്. എനിക്കിതെല്ലാം നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അയ്യപ്പ വിളക്കിന് ഞാൻ ഏട്ടൻ്റെ ഫോണിൽ, അന്ന് എൻ്റെ ഫോണിലല്ല ഏട്ടൻ്റെ ഫോണിൽ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ വീട്ടിലെത്തിയാൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം ലൈക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി. പിന്നെ നമ്മൾ അതുവരെ ആക്റ്റീവ് അല്ലായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് കുറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിയിലേക്ക് പിന്നെന്നാ പോയത്, ഓഫീസിലേക്ക് പിന്നെന്നാ പോയത് എനിക്ക് എന്തായാലും ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനും ജാനുവരിയിൽ ഞാൻ ഒരു പിക്ക് പോസ്റ്റ് ചെയ്തു. ഒരു പിക്കും ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ എൻ്റെ വൈറലായി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എനിക്ക് ഇപ്പം അത് 1 മില്യണോ അതോ 8 ലാക്കോ അങ്ങനെ എന്തോ ആണ്, അറൗണ്ട് 1 മില്യൺ ആവാനായിട്ടുണ്ട് ആ വീഡിയോ. അന്നത് ഭയങ്കരമായിട്ടത് കയറിപ്പോയി. അതും വിത്തിൻ 2 ഡേയ്സിലാണ് അത് ഒരു 2 ലാക്ക് എത്തിയത്. അതെനിക്ക് ഞാൻ അന്തം വിട്ടു. ഈശ്വര, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ അങ്ങനെ അത്ര കയറി പോകുന്നത്. ഞാൻ ആ അന്തം വിട്ടു. ഈശ്വര, എൻ്റെ വീഡിയോ. ഞാനിന്നിട്ട് എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു, ചേച്ചിക്ക്, അഞ്ചേച്ചിക്ക്, അഞ്ചേച്ചിൻ്റെ ഏട്ടനൊക്കെ വിളിച്ചു പറഞ്ഞു എൻ്റെ വീഡിയോ വൈറലായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങോട്ട് മെസ്സേജ്, ഉണ്ണി എൻ്റെ വീഡിയോ ഇത്ര ആയല്ലോ അങ്ങനെയൊക്കെ. കാരണം ഞാൻ ഫോൺ കാര്യമായിട്ട് എടുത്തത് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കലും നമ്മൾ ആ വീഡിയോ ഇടലും അത് വൈറലാവലും ആയപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ ആ ഒരൊറ്റ വീഡിയോയിൽ എനിക്ക് നല്ല ഫോളോവേഴ്സ് കയറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 10K ആയി. 10K 15K, 20K, 25, 30 അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി ഏതൊക്കെ വീഡിയോ ആണ് ആ ഒരു ടൈമിൽ റീച്ച് ആവണമെന്നുള്ളത്. നമ്മളിങ്ങനെ ജസ്റ്റ് സോങ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഡബ് ചെയ്ത് ഇതാക്കുമല്ലോ, അങ്ങനെ അതുപോലെ ഡയലോഗ് ഡബ് ചെയ്ത് ചെയ്യുന്ന റീൽസ് ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടെ ഇന്നും ട്രെൻഡിങ് ആയി നിൽക്കുന്നത്
നമ്മളിങ്ങനെ ഔട്ട്ഡോറിൽ വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഡെയിലി ഓഫീസ് പോകുന്ന സമയത്തും വെറുതെ നിന്ന് ഇങ്ങനെ കറങ്ങുക അങ്ങനത്തെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടൽ തുടങ്ങി. എനിക്ക് ഒരു എഡിറ്റിങ്ങും അറിയില്ലായിരുന്നു. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്ത് തന്നിരുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ഞാൻ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്ന സമയത്ത് ഡെയിലി അവരോട് എഡിറ്റ് ചെയ്യാൻ പറയുന്നത് മോശമില്ല. മറ്റേതൊക്കെ വല്ലപ്പോഴും ഉള്ളായിരുന്നു. ഞാൻ ഓണത്തിനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വലിയ റീച്ച് ആയിട്ടൊന്നുമില്ല. അതൊക്കെ എഡിറ്റ് ചെയ്ത് തന്നത് അഫ്നാൻ, ബാസിത്ത് ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴും അവരോട് പറയുന്നത് മോശമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ VN ഇൻഷോട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കുഞ്ഞു സിമ്പിൾ ബേസിക് എഡിറ്റുകൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. എനിക്കത് മാത്രമേ അറിയുള്ളൂ, ഇപ്പോഴും അത് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കുഞ്ഞു എഡിറ്റുകൾ വന്നിട്ട് നമ്മൾ വീഡിയോ സെറ്റാക്കി ഇടുമ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് വ്യൂ കയറാൻ തുടങ്ങി. ഒരു ദിവസം തന്നെ 1 lakh 2 lakh അങ്ങനെയൊക്കെ വ്യൂ കയറാൻ തുടങ്ങി. ആ ഒരു സമയത്തുണ്ട്, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് അങ്ങനെ കയറാൻ തുടങ്ങി. ആ കയറലിൽ പെട്ടെന്ന് തന്നെ എനിക്ക് എന്താ പറയുക, എത്രയായിട്ടുണ്ടായിരുന്നു, ഒരു 30-35K ഒക്കെ എനിക്ക് ഫോളോവേഴ്സ് കയറി. 15 ആവാൻ കുറച്ച് ടൈം എടുത്തു, ഒരു 2 month ഒക്കെ ടൈം എടുത്ത് തോന്നുന്നു. 15K ആയേരം കുറച്ചൊന്ന് ഡിലേ ആയി വീഡിയോസ് ഇടാനും. ഡെയിലി വീഡിയോസ് ഇടുന്നത് കുറഞ്ഞു. ഞാൻ റീച്ച് ആയ സമയത്ത് ഡെയിലി 2 വീഡിയോ വെച്ചിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ 50K ആയാലും പിന്നെ വീഡിയോസ് ഞാൻ ഡെയിലി 2 വീഡിയോസുള്ളത് 1 വീഡിയോസായി. പിന്നെ 2-3 ദിവസം കൂടുമ്പോൾ 1 വീഡിയോസായി. അങ്ങനെയൊക്കെ ആവല് തുടങ്ങി. അതെന്താ വെച്ചാൽ എനിക്ക് ടൈം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാൻ. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇട്ടിട്ട് ഇപ്പം എനിക്ക് 87K ആയിട്ടുണ്ട്. ഇപ്പം അതിങ്ങനെ കുറഞ്ഞു വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്. കാരണം ഞാനിപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുന്നത് യൂട്യൂബിലാണ്. മറ്റതും ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഫോക്കസ് കൊടുക്കുന്നില്ല എന്നല്ല, അങ്ങനെയല്ല. നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ചും കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടത്ത് തോന്നുന്നുണ്ടാവും. കാരണം എനിക്ക് എവിടെ നിന്ന് മുതൽ പറഞ്ഞ് എവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പറയണം, ഭയങ്കര കൺഫ്യൂഷൻ വരിക. എന്തായാലും ഞാൻ പറഞ്ഞ് എവിടേക്കോ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചടച്ചില്ലേ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി പോസ്റ്റ് ഓർ റീൽ ഇട്ടോളും. ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഒരു പ്രചോദനമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു 1 year-ഓളം 8000 ഫോളോവേഴ്സിൻ്റെ കൊണ്ടുനടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് പെട്ടെന്നാണ് എനിക്ക് 87,000-ലേക്ക് എത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.